ഹലോ ഡിയേഴ്സ്, എല്ലാവരുടെയും ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നമ്മളുടെയും സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ക്ലിപ്പിങ്സൊക്കെ ഇവിടെ ഇടാതെ ഈ വീഡിയോ പൂർണ്ണമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ. നമ്മളുടെ ആ ഒരു കഴിഞ്ഞ ബൾക്കായിട്ട് നമ്മൾ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ട് അതെന്തിനായിരുന്നു എന്നറിയോ? ഈ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു. നമുക്കൊരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. പ്ലം കേക്ക്, ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക്, ക്രീം കേക്ക് എല്ലാം കൂടിയിട്ട്. അപ്പോൾ നമ്മൾ അതിനെല്ലാം വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ പർച്ചേസിങ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ നമ്മളുടെ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഫ്രൂട്ട്സ് നോൺ ആൽക്കഹോളിക്കായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാനത് പിൻ ചെയ്തേക്കാം കേട്ടോ, ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്കിത് ഒരു വർഷത്തിൽ കൂടുതലൊക്കെ ഒരു കേടുപാടും ഇല്ലാണ്ട് സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ. നോർമലായിട്ട് റൂം ടെമ്പറേച്ചറിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ. അപ്പം നമ്മളുടെ പ്ലം കേക്ക്, നോർമൽ പ്ലം കേക്ക്, റിച്ച്, എക്സോട്ടിക് 3 ടൈപ്പും നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ബട്ടറിൽ ചെയ്യുന്നത്, ഓയിലിൽ ചെയ്യുന്നത്, പിന്നെ നന്നായിട്ട് ഫ്രൂട്ട്സൊക്കെ റിച്ച് ആയിട്ടിട്ട് അങ്ങനെ പലതരത്തിലും നമ്മൾ പ്ലം കേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാ ടൈപ്പിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പം നമ്മളതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ബൾക്ക് ഓർഡേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെല്ലാം മെഷർമെൻറ്റ്, ജസ്റ്റ് ഇപ്പോൾ കപ്പാണ് നമ്മളുടെ കപ്പ് അളവാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ കപ്പ് എത്ര ഉണ്ടാകുമെന്ന് ഒന്ന് അളന്ന് നോക്കിയിട്ട്, ഇപ്പോൾ ഒരു 5 കിലോനോ 6 കിലോനോ എത്രയാണ് നിങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ഗ്രാം അളവ് നോക്കി എഴുതി വെക്കുക കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു മൈദ പാക്കറ്റിൻ്റെ താഴെ നമ്മളുടെ വെയിങ് മെഷീൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. വെയിറ്റ് നോക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓയില്, പിന്നെ നമ്മളുടെ മൈദ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഗ്രാം അളവ് നോക്കി വെക്കുകയാണെങ്കിൽ ഇതുപോലെ ബൾക്ക് ഓർഡേഴ്സ് വരുമ്പോഴേക്കും നമുക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ഫ്രൂട്ട്സ് ഇങ്ങനെ കപ്പളവ് നോക്കിയിരിക്കാൻ നമുക്കിങ്ങനെ ബൾക്ക് വരുമ്പോൾ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ ഗ്രാം അളവിൽ നോക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരൊറ്റ പാത്രത്തിൽ എടുത്തിട്ട് പെട്ടെന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് പരിപാടി തീർക്കാം കേട്ടോ. പിന്നെ നമ്മളുടെ ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് 2 ഓവനാണ് ആകെ ഉള്ളത് കേട്ടോ. ഒന്ന് 60 ലിറ്ററിൻ്റെ, പിന്നെ ഒന്ന് എൻ്റെ പഴയ ഓവൻ. അത് എന്താ പറയുക, അത് ഇപ്പോൾ മരിക്കും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ്. അത് 35 ലിറ്ററിൻ്റെ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു സമയത്ത് നമ്മളുടെ ആ ഒരു മോൾഡ് ഉണ്ടല്ലോ, നമ്മൾ ബേക്കിങ്ങിൻ്റെ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന പേപ്പർ മോൾഡ് ഉണ്ടല്ലോ, അതാണെങ്കിൽ 2ലൂടെ 5 എണ്ണ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വർക്ക് വരുമ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. വേറെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, ക്രീം കേക്കിൻ്റെ വർക്ക് ഒന്നും നമുക്ക് അതിലെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു ഓർഡേഴ്സ് എല്ലാം നമ്മളുടെ ക്രീം കേക്കിൻ്റെ അല്ലാത്ത നമ്മളുടെ പ്ലം കേക്കിൻ്റെ ഓർഡേഴ്സ് എല്ലാം നമുക്ക് വരുന്നത് ഡിസംബറൊക്കെ ആവുമ്പോഴാണ് കേട്ടോ. പക്ഷേ ക്രീം കേക്കിൻ്റെ അങ്ങനെയല്ല, ഓരോരുത്തരും ചിലപ്പോൾ 2 മാസം 3 മാസം മുമ്പൊക്കെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഓർഡർ. അങ്ങനെ വരുമ്പോഴേക്കും മുന്നേ പറഞ്ഞിട്ടുള്ള ഓർഡേഴ്സ് നമുക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതും ഇതും കൂടി ഒരുമിച്ച് കൂട്ടിമുട്ടി ക്ലാഷായി, പിന്നെ ടൈമിൻ്റെ പ്രശ്നം, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് സ്പഞ്ച് ഉണ്ടാക്കിയാലും ആകെ ഈ ഒരൊറ്റ ടേബിളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ വെക്കാനായിട്ടുള്ള ആ ഒരിതും, പിന്നെ നമുക്ക് ചെയ്യാനാണെങ്കിലും വേറെ സ്ഥലമില്ല. അങ്ങനെ കുറേ എന്താ പറയുക, മൊത്തത്തിൽ നമുക്ക് വട്ടായി പോകുമെന്ന് പറയത്തില്ലേ, അതാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ എല്ലാം മെയിൻ സന്തോഷം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇതിൻ്റെ ആ ഒരു മിക്കവരും തന്നെ പറയും, നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ പൈസ കിട്ടുന്നില്ലേന്ന്. അതല്ല കേട്ടോ, ഇത് ചെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അത് കൊടുത്ത് ഡെലിവറി കഴിഞ്ഞ് നിൽക്കുമ്പോഴൊക്കെയുള്ള നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിയാണ് ശരിക്കും ഇത് ചെയ്യുന്നത് കേട്ടോ. ഇത് മാത്രമല്ല, ഇപ്പം എൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റീവായിട്ട് ചെയ്യുക എന്നുള്ളത് പണ്ട് മുതലേ അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ അവിടെ ഇരിക്കുന്ന 2 റീത്ത് കണ്ടോ, ഇപ്പോൾ കാണിച്ചു തരാം, കണ്ടോ ഈ 2 റീത്തും ഞാൻ ഈ കേക്കുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങൾ ഇങ്ങനെ, അതായത് ഒരു കേക്ക് ബേക്കായി വരാൻ നല്ലൊരു ടൈം എടുക്കും. നമ്മളാണെങ്കിൽ നൈറ്റാണ് കൂടുതലും നിൽക്കുന്നത് കേട്ടോ. കാരണം മോനുള്ളത് കൊണ്ടിട്ടും കൂടിയിട്ട് നമുക്ക് എല്ലാം കൂടി പറ്റത്തില്ല. ഇപ്പോൾ ആൾ കുറച്ച് സ്പെഷ്യലാണ്, അപ്പോൾ അവനെ നോക്കാനായിട്ട് നമ്മൾ എന്തായാലും വേണം. അപ്പോൾ എൻ്റെ ഈ ഒരു സമയത്തെ റൊട്ടീൻ എന്ന് പറയുന്നത്, ഞാനൊരു
നൈറ്റ് ഫുൾ അങ്ങോട്ട് നിന്ന് ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഓരോ ഗ്യാപ്പിൽ ഇതുപോലെ എന്തെങ്കിലും ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് വയ്ക്കും കേട്ടോ. ഇത് രണ്ടും മാത്രമേ ഞാൻ ചെയ്തുള്ളൂ, ബാക്കിയൊന്നും ചെയ്യാനുള്ള ആ ഒരു ഇതില്ല. നമുക്ക് ഇടയ്ക്ക് ചുമ്മാ നമ്മൾ ഇരുന്നൊക്കെ ഉറങ്ങിപ്പോകും. കാരണം ഈ ഒരു ഒരാഴ്ചയിൽ എൻ്റെ ഉറക്കം എന്ന് പറയുന്നത് രാത്രി ഫുള്ള് നിന്ന് ചെയ്യും, എന്നിട്ട് ഒരു 6 മണി, വെളുപ്പിന് 6 മണി അല്ലെങ്കിൽ ഒരു 7 മണിയാകുമ്പോൾ കയറി കിടന്നുറങ്ങും. എന്നിട്ടൊരു 10 മണി അല്ലെങ്കിൽ 10:30 ആകുമ്പോൾ എഴുന്നേറ്റ് വരും. ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അമ്മയുണ്ട്. അമ്മ ഉള്ളത് കൊണ്ടിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല, കാരണം വേറൊരാൾക്ക് ചിലപ്പോൾ പറ്റിയേക്കാം, പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. കാരണം ഒരുപാട് ഹെൽത്ത് പ്രോബ്ലം ഉള്ള ഒരാളാണ് കേട്ടോ. കുറേ സമയം നിന്നാലോ ഇരുന്നാലോ അല്ലെങ്കിൽ ഉറക്കമൊഴിച്ചാലോ ഒക്കെ നല്ല പ്രശ്നം വരുന്ന ആളാണ്. എന്നിട്ടും ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എൻ്റെ ഉറക്കവും എല്ലാം മാറ്റി വെച്ച് നിന്നിട്ടോ. എല്ലാവരും കുറേ പേര് ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന, ഇപ്പോൾ എൻ്റെ ഒരു ചാനൽ കാണുന്നതിൽ ഒരു 90% ഹോം ബേക്കേഴ്സ് തന്നെയായിരിക്കും. മറ്റുള്ളവർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മളിത് ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടി, ഒരിക്കലും പൈസയ്ക്ക് വേണ്ടി മാത്രമായിരിക്കത്തില്ല. നമ്മൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലെന്ന് പറയുന്നത് മറ്റൊരാൾക്കും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തത്ര ആയിരിക്കും അല്ലേ. ഇതൊക്കെ എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ ശരിക്കും എനിക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നത്. പിന്നെ നമ്മളിത് ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറേ ഓർഡേഴ്സ്, അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ പെട്ടെന്ന് ചോദിക്കും. അതായത് മറ്റ് സമയത്തൊക്കെ നമുക്ക് ക്രീം കേക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷേ ഈ ഒരു സമയത്ത് നമ്മളുടെ സ്റ്റോക്കായിട്ട് പ്ലമ്മും ക്യാരറ്റ് കേക്കും ഒക്കെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ എല്ലാം മേടിച്ച് 2 ഫ്രിഡ്ജിലുമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ അവരങ്ങനെ ചോദിക്കുമ്പോഴേക്കും നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു ടൈമിൽ നമുക്ക് അത്രയും സെയിൽ നടക്കുന്നത് കൊണ്ടിട്ട് നമ്മളിത് ചെയ്യുമ്പോഴേക്കും നമ്മളിപ്പോൾ ഒരാൾക്ക് ഇത്ര എന്നുള്ള രീതിക്ക് എടുത്ത് വെച്ചേക്കുമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞ പോകുമ്പോഴേക്കും നമ്മൾ പിന്നെയും ചെയ്യണം. അങ്ങനെ ഇതിങ്ങനെ ഒരു റൊട്ടേറ്റ് ചെയ്ത് വരുവാണ്. നമ്മൾ ചെയ്യുന്നു, ആരെങ്കിലും ചോദിക്കുന്നു, എടുത്തു കൊടുക്കുന്നു, മറ്റേയാൾക്ക് കൊടുക്കാൻ വേറെ ഉണ്ടാക്കുന്നു, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായിരിക്കും കേട്ടോ. പക്ഷെ എന്നാലും നമ്മളതെല്ലാം അതെല്ലാം ഇങ്ങനെ ഇപ്പോൾ വരും, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള ചിന്തക്ക് നിൽക്കണം കേട്ടോ. പിന്നെ ഈ വർഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ഹെൽപ്ഫുള്ളായെന്ന് വെച്ചാൽ ഈ ഒരാളാണ്. അതായത് നമ്മൾ ഒരു ഫുഡ് പ്രൊസസ്സർ വാങ്ങിച്ചിട്ടോ, എന്തായാലും മിക്സി കേടായിട്ടിരിക്കുവാണ്, എന്നാൽ പിന്നെ ഫുഡ് പ്രൊസസ്സർ തന്നെ വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് ഫുഡ് പ്രൊസസ്സർ മേടിച്ചു കേട്ടോ. ശരിക്കും ഒരു 10 സെക്കൻഡ് കൊണ്ടിട്ട് നമ്മളുടെ ക്യാരറ്റിൻ്റെ ഫുള്ള് പരിപാടി കഴിഞ്ഞ് കിട്ടും. അല്ലെന്നാണെങ്കിൽ ഈ ക്യാരറ്റാണ് നമ്മളുടെ മെയിൻ വില്ലൻ കേട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടിലെ എല്ലാവരും കൂടിയൊക്കെയാണ് ക്യാരറ്റ് ചീവി തരുന്നത് കേട്ടോ. അത്രയും വലിയൊരു പണിയായിരുന്നു. കാരണം സിംഗിളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കുറച്ച് kg ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് കിലോ കണക്കിന് കേക്ക് വരുമ്പോഴേക്ക് അത്രയും ക്യാരറ്റ് നമുക്കിങ്ങനെ ചീവി എടുക്കാമെന്ന് പറയുന്നത് അതൊരു ബാലികേറ മല തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയും, അതായത് കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും ഒക്കെ നമുക്ക് ഫാമിലി ഫുള്ളായിട്ട് ഇരുന്നിട്ടാണ് ഈ ക്യാരറ്റ് എനിക്ക് ചീവി തന്നത് കേട്ടോ. അതിൽ ശരിക്കും ഈ ഒരു വർഷം എന്ന് പറയുന്നത് ആരും ഒന്നും അറിഞ്ഞില്ല. അതായത് ഞാൻ തന്നെ ആ ക്യാരറ്റിൻ്റെ പരിസരത്തേക്ക് ഒരാൾക്കും വരേണ്ടി വന്നില്ല. അത്രയും ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. ഞാൻ കുറേ നാളായി ഒരു ഫുഡ് പ്രൊസസ്സർ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നത്. കറക്റ്റായിട്ട് നവംബർ തീരാറായപ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിലെ മിക്സി ഇനി ശരിയാക്കാൻ പറ്റത്തില്ല എന്ന് കടക്കാരൻ പറയുന്ന തരത്തിലേക്ക് തീറ്റയായി. അപ്പോൾ പിന്നെ വേറെ ഒന്നും വാങ്ങാതിരിക്കാനുള്ള നിവൃത്തിയില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും മിക്സി പോയി, അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് പ്രൊസസ്സർ തന്നെ മേടിക്കാം, ഈ ജാറ് നമുക്ക് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ പ്ലമ്മും ക്യാരറ്റും ഒക്കെ വരുമ്പോഴേക്കും പല തരത്തിലായിരിക്കും ആൾക്കാർ ചോദിക്കുന്നത്. ചിലപ്പോൾ 1/2 kg, അപ്പോൾ നമ്മളുടെ കയ്യിൽ പെട്ടെന്ന് ചോദിക്കുമ്പോഴൊന്നും എടുത്തു കൊടുക്കാനുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ പീസാക്കി മുറിച്ചൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മൾ ചോദിക്കോട്ടെ ഇങ്ങനെ ആയിരിക്കും, കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവർ കുഴപ്പമില്ല എന്ന് പറയും. ഇതിപ്പോൾ 4 1/2 kg കേക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ എന്തായാലും പറ്റത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ 1 kg മുറിച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കും കേട്ടോ.
പിന്നെ പാക്കിംഗ് ആണ് മെയിൻ സംഭവം കേട്ടോ. പല തരത്തിലാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു കിഴി പോലെ കെട്ടിക്കൊടുക്കും, പിന്നെ ഇതുപോലെ മിഠായി പോലെ പൊതിഞ്ഞു കൊടുക്കും. ഇനിയുണ്ട് കേട്ടോ, കാണിച്ചു തരാവേ. പിന്നെ അതിനിടയ്ക്ക് കൂടി നമ്മളുടെ വീട്ടിൽ ക്രിസ്മസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മോർണിങ്ങനെ ആ ഒരു ട്രീ ഒക്കെ എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ്. ഓരോ സംഭവങ്ങളൊക്കെ എല്ലാം ഓരോരുത്തരായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആകെ എൻ്റെ ഒരു ക്രിസ്മസ് ഡെക്കറേഷനിൽ ആകെ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഈ ഒരു റീത്ത് മാത്രമാണ്. ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല കേട്ടോ, ഒരു കാര്യം ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ബാക്കി എല്ലാവരും ആണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്. ഞാൻ ഫുള്ളായിട്ട് കേക്കിൻ്റെ മേളിലായിരുന്നു കേട്ടോ. പിന്നെ ഒരു നോർമൽ പ്ലം കേക്ക്, എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ പ്രിൻ്റ് വെച്ചിട്ട് അതും ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കി. പിന്നെ സാറ്റിസ്ഫാക്ഷൻ ലെവലിൻ്റെ എക്സ്ട്രീം എന്ന് പറയാം കേട്ടോ. എൻ്റെ ഈ ഒരു ഇയറിൽ ഏറ്റവും ബൾക്കായിട്ടുള്ള ഒരു ഓർഡർ പ്ലേസ് ചെയ്ത ടീമിന് വേണ്ടിയിട്ട് ചെയ്ത കേക്കുകളാണ്. ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് മാത്രമാണ് കേട്ടോ ഇതൊരു 50 kg ഉണ്ട്. ഇത് നമ്മൾക്ക് 1000 പീസസാണ് അവർക്ക് വേണ്ട കേട്ടോ. അതായത് 50 kg 1000 പീസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അത്യാവശ്യം വലുപ്പമുള്ള പീസസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അതെല്ലാം റെഡിയാക്കി കേട്ടോ. അപ്പോൾ ഇതുള്ളത് കൊണ്ടിട്ട് തന്നെ ഞാൻ പ്ലം കേക്കുകളും ബാക്കിയുള്ള എല്ലാ കേക്കുകളും നേരത്തെ തന്നെ കൊടുത്ത് ഫുള്ള് സെറ്റാക്കിയിട്ടാണ് ഇത് റെഡിയാക്കുന്നത് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതെല്ലാം ബോക്സിലൊക്കെ ആക്കി ഫസ്റ്റ് നമ്മൾ പ്ലം കേക്കും കാര്യങ്ങളും പിന്നെ സിംഗിൾ കൊടുക്കാനുള്ളതും ഒക്കെ നമ്മൾ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ബാക്കി ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഇങ്ങനെ കൊടുക്കാനുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെയാണ് 50 kg ആണ് നമുക്ക് പീസാക്കാനുള്ളത്. എന്നിട്ട് നമ്മളങ്ങനെ കൊടുക്കുവാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ പലതരത്തിലുള്ള പാക്കിംഗ് കണ്ടായിരുന്നില്ലേ. ഇതൊരു 1/2 kg പാക്കിംഗ് ആണ് കേട്ടോ. ബോക്സിലും ഇതുപോലുള്ള പാക്കിങ്ങിലാണ് കൊടുക്കുന്നത് കേട്ടോ. പെട്ടെന്ന്, അതായത് ഒരാൾ കൊണ്ടുപോയി, അയാളൊരു 5 എണ്ണം കൊണ്ടുപോയിട്ട് വൈകിട്ടായപ്പോൾ പിന്നെയും വിളിച്ചേക്കുവാണ് കേട്ടോ, ഒരു 2 എണ്ണം കൂടി തരുമോ, അതുപോലെ തന്നെ പാക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ആ ഒരു ഗിഫ്റ്റ് പോലെ പാക്ക് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞു കേട്ടോ. അതായത് എല്ലാവർക്കും ഈ ഒരു പാക്കിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നോർമൽ ഒരു ബോക്സിനേക്കാളും എല്ലാവർക്കും ഇഷ്ടം ഈ ഒരു പാക്കിങ് തന്നെയാണ്. അപ്പം നമ്മൾ അതിലൊരു പുതുമകൾ കണ്ടെത്താനാണ് കൂടുതൽ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിതാ ഇതിപ്പോൾ ഒരു 49, 51 ആ ഒരു റേഞ്ചിൽ, കറക്റ്റ് ഞാൻ അളവെടുത്തിട്ടും വെയിറ്റ് നോക്കിയല്ല കട്ട് ചെയ്യുന്നത്, ഓൾമോസ്റ്റ് എല്ലാം ആ ഒരു വെയിറ്റ് ഉണ്ടാകും. ഒരു 50 ഗ്രാമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഒരു 49 to 51 ഉള്ളിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 1 kg കേക്കിൽ നിന്ന് നമ്മൾ 20 പീസസാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ 50 kg 1000 പീസസ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതാ ഇതുപോലെയാണ് റെഡിയാക്കി കൊടുക്കുന്നത് കേട്ടോ. നമ്മളുടെ ഒരു 3 kg ആണോ 4 kg ആണോ ഞാൻ ഓർക്കുന്നില്ല, വലിയ ബോക്സാണ് സംഭവം. അതിൽ നമ്മളിതാ ഇതുപോലെ കേക്ക് വെച്ചിട്ട് റെഡിയാക്കി കൊടുത്തു വിട്ടു കേട്ടോ. പിന്നെ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഓരോ വർഷവും നമ്മളുടെ ആ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഈ ഒരു പ്ലം കേക്കും ക്യാരറ്റ് ഡേറ്റ്സ് കേക്കൊക്കെ കഴിച്ചിട്ട് പിറ്റേ വർഷത്തേക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്നവരുടെ എണ്ണം ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. കാരണം എനിക്കറിയാം സ്ഥിരമായിട്ട് ഇത്ര പേര് ഉറപ്പായിട്ടും വിളിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ വളരെ കരുതലിലായിരുന്നു. അതായത് 24-ാം തീയതി വരെ സ്ഥിരമായിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇപ്രാവശ്യം എന്നെ വിളിച്ചിട്ട് പ്ലം കേക്ക്, ക്രീം കേക്കൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടോ. സത്യമായിട്ടും ഇതെല്ലാം, ഈ ഒരു ക്രീം കേക്ക് എല്ലാം വന്നേക്കുന്നത് നമുക്ക് ഇത്രയും ഓർഡേഴ്സ് വരുന്നതിന് മുന്നേ പ്ലേസ് ചെയ്തിട്ടുള്ളതും പിന്നെ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തതും മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പർ വീഡിയോയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഇതിനിടയ്ക്ക് കൂടി നമുക്ക് ഈ ക്യാമറ വെച്ചിട്ട് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഒരു ഗ്യാപ്പിൽ കൂടി ഞാൻ കിട്ടിയ വീഡിയോസാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഞാൻ എല്ലാവരെയും മുൻകൂട്ടി കണ്ടിട്ട് കറക്റ്റായിട്ട്, അതായത് 24-ാം തീയതി വിളിക്കുന്ന ആൾക്ക് കൊടുക്കാനുള്ളത് വരെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 24-ാം തീയതി വിളിച്ച ആൾക്ക് 2 എണ്ണം വേണമായിരുന്നു, പക്ഷെ ഒരെണ്ണേ കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒറ്റൊരു പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കി ഞാൻ എല്ലാവർക്കും കൊടുത്തു. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു ക്രിസ്മസ് സീസണിൽ 1 വീക്കല്ല അതിലും താഴെയുള്ള സമയം കൊണ്ടിട്ട് നമ്മൾ സെയിൽ ചെയ്തത് 150 kgക്ക് മേലെ പ്ലം ആൻഡ് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ് കേട്ടോ. അതും എൻ്റെ ഈ 2 ചെറിയ ഓവൻ കൊണ്ടിട്ടാണ്. എനിക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനമൊക്കെ തോന്നുന്ന ഒരു നിമിഷമാണ് കേട്ടോ. ഞാനിതിൻ്റെ ഫുൾ ബേക്കിങ്ങും കാര്യങ്ങളും ഒക്കെ 24-ാം തീയതി രാവിലെ 8
8 മണിയോടുകൂടി തീർത്ത് എല്ലാം കൃത്യമായിട്ട് കൊടുത്ത്. എനിക്ക് സത്യം പറയാമല്ലോ, അതിന് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ഞാൻ വെറുതെ മരണ ഓട്ടമായിരിക്കും. അത് തീരാതെ ബേക്കിംഗ് തീരാതെ എന്താ പറയുക, എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ കൊടുത്ത സമയങ്ങൾ വരെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ ഒരാഴ്ച തന്നെ എൻ്റെ ഉറക്കവും എൻ്റെ ഫുൾ ക്ഷീണവും എന്നെ മൊത്തമായിട്ട് ഞാൻ ഇതിന് വേണ്ടി മാറ്റി. എനിക്കിപ്പോൾ പറയുമ്പോൾ ശരിക്കും ഇങ്ങനെ എന്താ പറയുക, എൻ്റെ സൗണ്ട് ഇടറി പോകുന്നുണ്ട് കേട്ടോ. അത് സന്തോഷം കൊണ്ടിട്ടാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ വരുന്നുണ്ട്. അത്രയും സന്തോഷത്തോടു കൂടിയാണ് ഞാനത് പറയുന്നത് കേട്ടോ. എൻ്റെ എഫേർട്ട്, എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട്, എൻ്റെ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങൾ, അതിനിടയ്ക്ക് ഞാൻ എൻ്റെ എന്താ പറയുക ഒന്നും മാറ്റി വെച്ചില്ല എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട്. ഇപ്പോൾ ഞാൻ കാറ്റിസൺ ടീച്ചറാണ്. അപ്പോൾ അവരോടൊപ്പം ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയി ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേഷൻ അവിടെയായിരുന്നു. ആ കുഞ്ഞുങ്ങളോടും അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടൊക്കെ ഒപ്പം നമ്മൾ അവിടെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ എൻ്റെ ഫാമിലി, അവരോടൊപ്പം ഉള്ള ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങൾ. അതിന് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ ഞാൻ വട്ട് പിടിച്ച് ഓടുമായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ട കേക്കൊക്കെ ക്യാൻസൽ ചെയ്ത്, ഇല്ല നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ സമയം, നമ്മളുടെ ഒരു ഫാമിലിയുമായിട്ടുള്ള ക്വാളിറ്റി ടൈമും കൂടി നമ്മൾ നോക്കി. പിന്നെ രാത്രി പള്ളിയിൽ പോയി സന്തോഷമായിട്ട് നിന്നു കേട്ടോ. എനിക്ക് ശരിക്കും പാളിപ്പോയ ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഗിവ് എവേയുടെ അനൗൺസ്മെൻറ്റ് മാത്രമാണ്. ഞാൻ വലിയ കാര്യമായിട്ട് ഇൻട്രോയൊക്കെ എടുത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതിലെ കുർബാന കഴിഞ്ഞ് വന്നിട്ട് നേരെ വന്ന് ഇൻട്രോ എടുത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് റെഡിയായി. അന്ന് എപ്പോഴെങ്കിലും ഒരു ടൈം കിട്ടുമ്പോഴേക്കും ഗിവ് എവേയുടെ വിന്നേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. പക്ഷേ ഉറക്കം മാത്രമേ നടന്നുള്ളൂ കേട്ടോ. എൻ്റെ ഒരാഴ്ച ഞാൻ ഉറങ്ങി തീർത്തു എന്ന് പറയാം. ഫുഡ് പോലും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് മാത്രമാണ് ആകെ ഒന്ന് മിസ്സായി പോയത്. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. നമ്മളെന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ, ഇത് 2-3 ദിവസത്തിനുള്ളിൽ നമ്മളെന്തായാലും ആ ഒരു വിന്നേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം പറയും കേട്ടോ. പിന്നെ എൻ്റെ ഒരു ബേക്കിംഗ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ ഏറ്റവും നല്ലൊരു ക്രിസ്മസ് ആയിരുന്നു ഇതെന്ന് പറയാം കേട്ടോ. ഞാൻ ആരെയും ഒഴിവാക്കിയില്ല, ഒന്നും ഒഴിവാക്കിയില്ല. എൻ്റെ ബേക്കിങ്ങും എൻ്റെ പേഴ്സണൽ ലൈഫും എൻ്റെ ഒരു സെലിബ്രേഷൻസും എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോയി. ശരിക്കും നിങ്ങൾക്ക് അതിലൊരു വലിയ പങ്കുണ്ട് കേട്ടോ. കാരണം ഞാനൊരു ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ തരുന്ന ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥന, അത് ശരിക്കും എൻ്റെ ലൈഫിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം. താങ്ക് യു.